ഹായ് എവരി വൺ, വെൽക്കം ടു എജു വാലി. നമ്മളുടെ ക്ലാസ്സിൽ ഇന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ആണ് പറയണത്. ഇതൊരു ഇലക്ട്രിക്കൽ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടി നമ്മളുടെ LD ടൈപ്പിസ്റ്റ് എക്സാമിൽ ചോദിക്കാറുള്ള ഒരു ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഹെക്സാഡെസിമൽ ഈക്വലന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് 568 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിന്റെ ഹെക്സാഡെസിമൽ ഈക്വലന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ആ കൺവേർഷൻ എന്ത് ചെയ്യാം, അങ്ങോട്ടങ്ങ് കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷനും ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൺവേർട്ട് ചെയ്ത് പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഒക്ടൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് റീസെൻ്റ്ലി വരാറുണ്ട്. അപ്പോൾ ഹെക്സാഡെസിമൽ ഒക്കെ ഇനിയിപ്പോൾ വന്ന് തുടങ്ങും, ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ തുടങ്ങുമ്പോൾ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു പോർഷനും കൂടെയാണ്. ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ചോദിച്ചാലും 1 മാർക്ക് പോക്കറ്റിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്പർ സിസ്റ്റം എന്നുള്ളതൊക്കെ ഈ നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രീവിയസ് ക്ലാസ്സുകളിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കൂടിയിട്ട് ഈ ഒരു ക്ലാസ്സിൽ ഇതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 4 നമ്പർ സിസ്റ്റം ആണുള്ളത്: ഡെസിമൽ, ബൈനറി, ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ. ഇതിൽ ബൈനറി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന ഭാഷയാണ്. കമ്പ്യൂട്ടറിനകത്ത് ഈ 4 ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ബൈനറി ആണ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത്. ഇനി ഡെസിമൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയാണ്, ഹ്യൂമൻസ് ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്പർ സിസ്റ്റത്തിനെല്ലാം തന്നെ എന്തുണ്ട്, ബേസ് ഉണ്ട്. സോ എന്താണ് ബേസ് അല്ലെങ്കിൽ എന്താണ് റാഡിക്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. സോ ബേസ് അല്ലെങ്കിൽ റാഡിക്സ്, ബേസിന്റെ വേറെ പേരാണ് റാഡിക്സ് എന്ന് പറയുന്നത്. സോ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് യുണീക്ക് ഡിജിറ്റ് ഇൻക്ലൂഡിംഗ് 0 യൂസ്ഡ് ടു റെപ്രസെന്റ് നമ്പർ ഇൻ എ നമ്പർ സിസ്റ്റം. ഒരു നമ്പർ സിസ്റ്റത്തിനകത്ത് ഓരോ നമ്പേഴ്സിനെയും ഇൻക്ലൂഡിങ് 0യും കൂടെ ചേർത്തുകൊണ്ട് ഓരോ നമ്പേഴ്സിനെയും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള എത്ര ടോട്ടൽ ഡിജിറ്റ്സ് ഉണ്ടോ എന്നുള്ളതിന്റെ ആ ഒരു സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ബേസ് എന്ന് പറയാ. ഇപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ബേസ് n ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 0 മുതൽ n-1 വരെയുള്ള കണ്ടന്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഡെസിമൽ എന്ന് പറയുന്ന നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 10 ആണ്. അതായത് n എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 0 മുതൽ n-1 എത്രയാ, 9 ആണ്. അപ്പൊ 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇനി ഇവിടെ നോക്കിയേ, ബേസ് നോക്കിയേ, ബൈനറിയുടെ ബേസ് 2 ആണ്. അപ്പോൾ 0 മുതൽ 2-1 എത്രയാ, 1 വരെയുള്ള ഡിജിറ്റ് അവിടെ ഉണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ഒക്ടലിന് 8 ആണ്. അപ്പോൾ 0 to n-1 എത്രയാണ്, 8-1 എത്രയാണ്, 7. 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ഹെക്സാഡെസിമൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞു, ഹെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എന്നാണ്, ഡെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. അപ്പൊ 10 + 6 16 ആണ്. അപ്പൊ ബേസ് വന്നിട്ട് 16 ആണ്. അപ്പോൾ n-1 നോക്കുന്ന സമയത്ത് 0 to n-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 - 1 15 എന്ന് വരും. 0 to 15 ആണ് വരേണ്ടത്. പക്ഷേ 9 കഴിഞ്ഞാൽ 10, 11, 12, 13, 14, 15 എന്ന് പറയുന്നത് ഈ ബാക്കിയുള്ള നമ്പർ വെച്ചിട്ടുള്ള കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന് പകരം 10-നും 11-നും 12-നും ഒക്കെ പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്, അക്ഷരങ്ങളാണ്, ആൽഫബറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായോ? 0 മുതൽ 9 വരെ 10 അക്കങ്ങളും A to F വരെ 5 അക്ഷരങ്ങളുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ ആൽഫ ന്യൂമറിക് നമ്പർ സിസ്റ്റം എന്നും പറയുന്നുണ്ട്. ആൽഫ ന്യൂമറിക് നമ്പർ സിസ്റ്റം. അപ്പോൾ ഒരു നമ്പർ സിസ്റ്റത്തിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് യുണീക്ക് ഡിജിറ്റ് എന്നുള്ളതിൻ്റെ ആ ഒരു പേരാണ് ബേസ് എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് യുണീക്ക് ഡിജിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ബേസ് എന്ന് പറയാ. ബേസിന്റെ വേറൊരു പേരാണ് റാഡിക്സ്. ഇനി വാട്ട് ഈസ് ദ റാഡിക്സ് ഓഫ് ബൈനറി എന്ന് ചോദിച്ചാൽ എത്രയാണ്, 2 ആണ്. വാട്ട് ഈസ് ദ റാഡിക്സ് ഓഫ് ഡെസിമൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ആണ്. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ബേസ് ഓഫ് ഒക്ടൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 ആണ്. അങ്ങനെ പറയാനായിട്ട് പഠിക്കണം. ഇനി 8 ആണ് ബേസ് എന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് 0 അതിനകത്ത് എത്ര കണ്ടന്റ് വരെ ഉണ്ടാവും, 0 മുതൽ 8-1 7 വരെയാണ് ഉണ്ടാവുക.
അപ്പൊ അങ്ങനെ എഴുതാനായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും ഈസിയസ്റ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയണത്. ഇനി നമുക്ക് ഓരോ നമ്പേഴ്സും എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഇവിടെ നോക്കിയേ, സീറോയില് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ സീറോ എന്ന് പറയുന്നത് ഹെക്സൽ നമ്പർ സിസ്റ്റത്തിലെയും സീറോ തന്നെയാണ്. ബൈനറിയിലെ നമുക്ക് എന്ത് ചെയ്യാം, സീറോ എന്ന് എഴുതാം. ഇനി ഡെക്ക് എന്നുള്ളത് ഡെസിമൽ ആണ്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ 1 ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ 1 ആണ്. ബൈനറിയിലും നമുക്ക് 1 എന്നിടാം. ഇനി ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ 2 എന്ന് പറയുന്നത് ഹെക്സാഡെസിമലിലെ 2 ആണ്. ബൈനറിയിൽ നമ്മൾ എങ്ങനെ എഴുതും, 1 0 എന്നാണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ. ഇനി ഡെസിമലില് 3 ഹെക്സാഡെസിമലിലെ 3 സെയിം ആണ്. ബൈനറിയിൽ വരുമ്പോൾ നമ്മൾ 11 ആണെന്ന് എഴുതാം അല്ലെ, 1 1 എന്നാണ് എഴുതുക. ഇനി 4 ഡെസിമലിലും ഹെക്സാഡെസിമലിലും സെയിം ആണ്. ബൈനറിയിൽ വരുമ്പോൾ നമ്മൾ 100 എന്നാണ് എഴുതുക. 5 കറസ്പോണ്ടിങ് രണ്ടിലും സെയിം ആണ്. ബൈനറിയിൽ വരുമ്പോൾ നമ്മൾ 101 എന്നാണ് എഴുതുക. ഇനി 6 സെയിം ആണ്. ഹെക്സാഡെസിമലിലും ഡെസിമലിലും സെയിം ആണ്. നമ്മൾ 110 എന്നാണ് എഴുതുക. 7 ഡെസിമലിലും ഹെക്സാഡെസിമലിലും സെയിം ആണ്. ബൈനറിയിൽ വരുമ്പോൾ നമ്മൾ 111 എന്നാണ് എഴുതുക. 8 ഡെസിമലിലും ഹെക്സാഡെസിമലിലും സെയിം ആണ്. ബൈനറിയിൽ വരുമ്പോൾ നമ്മൾ 1000 എന്നാണ് എഴുതുക. 9 വരുമ്പോഴത്തേക്കും 1001 എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഈ ബൈനറി നമ്പർ സിസ്റ്റം നമ്മൾ 15 വരെയെങ്കിലും, അതായത് 15 വരെയെങ്കിലും നമ്മൾ എഴുതാനായിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഇനി ഡെസിമൽ നമ്പർ സിസ്റ്റം 0 to 9 വരെ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ഹെക്സാഡെസിമൽ ഇനി ഇങ്ങോട്ടുണ്ട്. എ മുതൽ എഫ് വരെ 5 അക്ഷരങ്ങൾ കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റ് ആണ് 10 അല്ലെങ്കിൽ 10 എന്ന് പറയുന്നത്. ബൈനറിയിൽ വരുമ്പോഴത്തേക്കും അത് 1010 എന്നാവും. ബിക്ക് കറസ്പോണ്ടിങ് ഡിജിറ്റ് ആണ് 11 എന്ന് പറയുന്നത്. അത് 1011 എന്നുള്ളതാവും. ഇനി സി എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് ഡിജിറ്റ് ആണ് 12 എന്ന് പറയണത്. അതെന്താവും, 1100 എന്നാവും. ഇനി ഡി എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് ആണ് 13. അങ്ങനെയാണ് നമ്പർ വരിക, 1101 എന്ന് വരും. ഇ എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് ആണ് 14 എങ്ങനെയാണ് ബൈനറിയിൽ എഴുതുക, 1110 എന്നാണ് എഴുതുക. എഫ് എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് ആണ് 15 എങ്ങനെ എഴുതുക, 1111 എന്നാണ് എഴുതുക. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് ഹെക്സ്, ഡെസിമൽ, ബൈനറി ഡിജിറ്റുകൾ കൃത്യമായിട്ട് എഴുതാനായിട്ട് അറിയണം. ഇനി ഇതിന്റെ കൂടെ ഒക്ടൽ കൂടെ വരുവാണെങ്കിലോ, ഒക്ടലും കൂടെ ഉണ്ടെന്ന് വെച്ചു. ഓക്കെ, 0 ആണ്. 1 2 3 4 5 6 7 വരെ വന്നു. 8 ഇല്ല, 9 ഇല്ല. പിന്നെ നമുക്ക് എത്രയുള്ളത്, 1 ആണുള്ളത് അല്ലേ. അപ്പൊ എന്ത് വരും, 10 11 12 13 14 15 16 17 ഇങ്ങനെയാണ് പോവുക. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക എങ്ങനെയാണ് ഓരോ നമ്പർ സിസ്റ്റത്തിലും എണ്ണൽ സംഖ്യകൾ എഴുതുന്നത് എന്നുള്ളത് പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഞാനിത് റാങ്ക് ബൂസ്റ്റിംഗ് സൈഡ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ വീഡിയോ കിടപ്പുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ഡെസിമലിനെ എങ്ങനെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഒരു ഡെസിമൽ നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കണേ. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്യുക. എത്ത് വെച്ചിട്ട് 16 വെച്ചിട്ട് റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്യുക. എന്നിട്ട് അതിന്റെ റിമൈൻഡർ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. റിപ്പീറ്റഡ് ഡിവിഷൻ പ്ലസ് റിവൈസ് കളക്ഷൻ ഓഫ് എന്ത്, റിമൈൻഡർ. 16 കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഡിവിഷൻ ചെയ്യുക. എന്നിട്ട് അതിന്റെ ഓരോന്നിന്റെ റിമൈൻഡർ എന്ത് ചെയ്യുക, റിവേഴ്സ് ആയിട്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 16 ആൻഡ് കളക്ട് ഓൾ റിമൈൻഡേഴ്സ് ഇൻ റിവേഴ്സ് ഓർഡർ എന്നുള്ള ഈ ഒരു വാക്കാണ് ഓർത്തിരിക്കേണ്ടത്. എന്താണ്, തന്നിരിക്കുന്ന നമ്പറിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഓരോ റിമൈൻഡറിനെയും റിവേഴ്സ് ഓർഡറിൽ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഞാനിവിടെ എന്താണ് 3 4 എന്താ പറയാ എക്സാമ്പിൾസ് ഇവിടെ നമുക്ക് ചെയ്തു നോക്കാനായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആദ്യത്തെ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. 37 എന്ന് പറയുന്ന ഡെസിമൽ നമ്പർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 37 എന്ന് പറയുന്ന ഡെസിമൽ നമ്പർ ആണ് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പോവാണ്. 37-നകത്ത് എത്ര തവണ 16 പോവും,
37നെ 16 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? എത്രയോ ഒരു പോയിന്റ് 2 പോയിന്റ് സംതിങ് ആണ് വരിക അല്ലെ. അപ്പോ എന്താ ചെയ്യേണ്ടത്? 2 × 16 എത്രയാണ്? 2 × 16 എത്രയാണ്? 16 × 2 എത്രയാ? 32 ആണ്. 32 37 ആവാൻ എത്ര വേണം? 5 വേണം. അപ്പൊ ഇവിടുത്തെ റിമൈൻഡർ നമുക്ക് കിട്ടി 5 ആയിരിക്കും റിമൈൻഡർ. അപ്പൊ ഇവിടെ എന്താ വരിക? 2 ആണ് അല്ലെ. അപ്പോ എന്നിട്ട് റിവൈസ് ഓർഡറിൽ കണക്ട് ചെയ്യുമ്പോൾ എന്തെന്ന് കിട്ടും? 25. 37ന് കറസ്പോണ്ടിങ് ആണ് 25 എന്നുള്ളത് കിട്ടും. ക്ലിയർ ആണോ? എങ്ങനെയാണ് 37നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 37നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 2 പോയിന്റ് കുറച്ച് വാല്യൂസ് ആണ് വരിക. അപ്പോ 2 × 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ആണ്. 37ൽ നിന്ന് 32 കുറയ്ക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് അതായിരിക്കും എന്ത്? റിമൈൻഡർ എന്ന് പറയുന്നത്. ആ റിമൈൻഡർ അവിടെ എഴുതുക, ബാക്കി ഡിജിറ്റ് ഇവിടെ എഴുതുക. സോ എന്ത് ചെയ്യുക? എന്നിട്ട് റിവേഴ്സ് ഓർഡറിൽ കളക്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി? 25 എന്ന് പറയുന്നത് കിട്ടി. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നോക്കിയേ. അടുത്തത് എങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞേക്കണേ? 58 ആണ്. ഇതേപോലെ എഴുതുക. 58നെ 16 കൊണ്ട് ഹരിക്കുക. 58നെ 16 കൊണ്ട് ഹരിക്കുമ്പോൾ എങ്ങനെ കിട്ടും? 16 × 16ന്റെ ഗുണന പട്ടികകൾ നോക്കുക. അപ്പൊ 3 × 16 നോക്കിയേ, കുറച്ചും കൂടെ അടുത്ത വാല്യൂ ആയിരിക്കും കിട്ടുക. 3 × 16 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 48 ആയിരിക്കും. 4 × 16 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എത്രയാ? 64 ആണ്. സോ നമ്മൾ എന്ത് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും? 3 × 16. അപ്പൊ 3 × 16 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കോഷ്യന്റ് 3 ആയിട്ടും റിമൈൻഡർ എത്ര കിട്ടും? 10 ആയിട്ടും കിട്ടും. കാരണം 58 - 48 10 ആണ് റിമൈൻഡർ വരിക. അപ്പോൾ ഈ 10 എന്നുള്ളതിന് പകരം നമ്മൾ എന്താ എഴുതുക? 10ന് പകരം നമ്മൾ ഹെക്സാഡെസിമലിൽ എന്താ എഴുതുക? A എന്നാണ് എഴുതുക അല്ലെ. A എന്നാണ് എഴുതുക. അപ്പൊ നമ്മളുടെ റിവേഴ്സ് ഓർഡറിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ആൻസർ എന്ത് കിട്ടും? ഇവിടെ 25 എന്ന് കിട്ടിയ പോലെ ഇവിടെ എന്ത് കിട്ടും? 3A എന്ന് കിട്ടും. മനസ്സിലായോ? 58ന് കറസ്പോണ്ടിങ് ആണ് 3A എന്ന് പറയണത്. ക്ലിയർ ആണോ? ഡെസിമലില് 58 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സാ ഡെസിമലില് 3A എന്നാണ് എഴുതുക. ഇനി 127. 127നെ 16 കൊണ്ട് ഹരിച്ചേ. ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ 127 ഡിവൈഡഡ് ബൈ 16 ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. 127നെ നമ്മൾ 16 കൊണ്ട് ഹരിക്കുമ്പോൾ ഏകദേശം 7.93 സംതിങ് ആണ് കിട്ടുക. അപ്പോൾ 7 പോയിന്റിന്റെ ആ ഭാഗം അങ്ങോട്ട് മാറ്റുക. അത് മനസ്സിൽ നിന്ന് അങ്ങ് കളയുക. 7 നമ്മുടെ കയ്യിലുണ്ട്. സോ 7 × 16 ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് 112 ആണ് അല്ലെ. 7 × 16 ചെയ്യുമ്പോൾ നമുക്ക് 112 കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ നോക്കിയേ, 127ന്ന് 112 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ വരുന്നത്? 127ൽ നിന്ന് 112 കുറച്ച് കഴിഞ്ഞാൽ 15 ആണ് ഡിഫറൻസ്. സോ 15 ആണ് നമ്മുടെ റിമൈൻഡർ. ഇതെന്താണ്? കോഷ്യന്റ് ഇവിടെ 7 എന്ന് വരും അല്ലെ. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യുക. 15നെ നമ്മൾ എന്തെന്ന് എഴുതുക? F എന്നാണ് എഴുതുക. സോ നമുക്ക് 127നെ നമുക്ക് എങ്ങനെ എഴുതാം? 7F എന്ന് എഴുതാം. മനസ്സിലായോ? 7F എന്ന് എഴുതാം. ഇനി അടുത്തത് നോക്കിയേ, 189. 189നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 189നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണ സമയത്ത് നമുക്ക് 11.81 എന്നുള്ള സംതിങ് വാല്യൂസ് ആണ് കിട്ടുക. അപ്പൊ 11 എടുക്കാം. സോ 11 × 16 ചെയ്യണ സമയത്ത് നമുക്ക് എത്രയാണ്? 176. 176 ആണ് നമുക്ക് റിസൾട്ട് കിട്ടുക. 189ൽ നിന്ന് 176 കുറയ്ക്കുക. 189ൽ നിന്ന് 176 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് 13 ആണ് കിട്ടുക. അപ്പൊ ഇവിടുത്തെ ശിഷ്ടം എന്ന് പറയുന്നത് 13 ആണ്. ഇവിടുത്തെ കോഷ്യന്റ് എന്ന് പറയുന്നത് 11 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? 11 13ന് പകരം എന്താ? A B C D ആണ് അല്ലെ. 10 11 12 13 D ആണ്. അപ്പോൾ എങ്ങനെ എഴുതും? ഇതിന് 13ന് കറസ്പോണ്ടിങ് D ആണ്. സോ നമ്മളുടെ ആൻസർ എന്തെന്ന് വരും? 11 D എന്ന് വരും. ക്ലിയർ ആണോ? ഇനി അടുത്തത് 345 ആണ്. 345നെ എന്ത് ചെയ്യുക? 16 കൊണ്ട് ഹരിക്കുക. എന്ത് ചെയ്യുക? 345നെ 16 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 21 പോയിന്റ് സംതിങ് കിട്ടും. അപ്പോൾ 21 ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ 21 × 16 336 ആണ്. 345ൽ നിന്ന് 336 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് 9 ആണ് കിട്ടുക.
9 അവിടെ വന്നിട്ടുണ്ട്, 21 ഇവിടെ വന്നു. ഇനി ഈ 21-ൽ പിന്നെ ഒരു തവണ കൂടെ 16 പോവുമല്ലോ. അപ്പോൾ ഒരു തവണ കൂടെ ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും? ഇവിടെ 1 ഇനി 21-ൽ നിന്ന് 16 പോയാൽ എത്രയാ? 5. അപ്പോൾ 159 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ചെയ്യാം. സിമ്പിളാണ്. തന്നിരിക്കുന്ന നമ്പറിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ റിമൈൻഡേഴ്സ് റിവേഴ്സ് ഓർഡറിൽ കളക്ട് ചെയ്യാം. ക്ലിയർ? അപ്പോൾ അതിൽ റിമൈൻഡേഴ്സ് 10-ന് മുകളിലാണ് വരണേന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ABCD എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 16-ന്റെ ഗുണന പട്ടിക കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹെക്സാഡെസിമലിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. തിരിച്ചുള്ള കൺവേർഷനാണ്. അപ്പോൾ ഹെക്സാഡെസിമലിൽ നിന്ന് ഡെസിമലിലേക്ക് വരുന്നത് നമ്മൾ ആക്ച്വലി ഇപ്പം നമുക്കൊരു നമ്പർ കിട്ടിയെന്ന് വെക്കുക, 3A എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിയൽ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനസംഖ്യകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. യൂസ് ദി പ്ലേസ് വാല്യൂ ഓഫ് 16 എന്നാണ് പറയുക. അപ്പോൾ 3A എന്ന് പറയുന്ന ഒരു നമ്പറാണ് നമ്മളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ 3 × 16 പ്ലസ് A × 16 എന്ന് നമ്മൾ എഴുതണം ഒന്നാമത്തെ സ്റ്റെപ്പിൽ. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇതിന് വാല്യൂ കൊടുക്കണം. 16⁻0, 16⁻1 അങ്ങനെയാണ് പോവുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി ഏത് സംഖ്യയുടെ ⁻1 വന്നു കഴിഞ്ഞാലും ആ സംഖ്യ എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ 3 × 16 പ്ലസ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10. അപ്പോൾ 10 ഇതെത്രയാണ്? 16⁻0. ഏത് സംഖ്യയുടെ ⁻0 വന്നു കഴിഞ്ഞാൽ 1 ആണ് അർത്ഥം. അപ്പോൾ ഇവിടെ 1 എന്ന് വരും. ഇവിടെ 3 × 16 എത്ര വരും? 3 × 16 എത്രയാ? 48. 48 പ്ലസ് 10 എത്ര കിട്ടി? 58 എന്ന് കിട്ടും. നമ്മൾ നേരത്തെ അവിടെ ചെയ്തപ്പോഴും 58 എന്നല്ലേ ആൻസർ കിട്ടിയത് അല്ലേ? കഴിഞ്ഞ സ്ലൈഡിൽ 58 എന്നല്ലേ കിട്ടിയത്? 3A ചെയ്തപ്പോൾ എത്രയാണ്? 58 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നോക്കുക, അങ്ങനെയാണ് റിയൽ മെത്തേഡിൽ ചെയ്യേണ്ടത്. ഇത്രയും സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ എക്സാമിൽ ഇരിക്കുന്ന സമയത്ത് ഇത്രയും സ്റ്റെപ്പുകളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിൽ പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? ഇതങ്ങോട്ട് കാണാപ്പാഠം പഠിക്കണം. അതായത് 16⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 16⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16, 16⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 256, 16⁻3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4096. ലൈക്ക് നമ്മൾ പഠിച്ചില്ലേ? 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4, 2⁻5, 2⁻6, 2⁻7, 2⁻8, 2⁻9, 2⁻10 എന്നുള്ളത് നമ്മൾ ബൈനറി കൺവേർഷനിൽ പഠിച്ച പോലെ ഇവിടെ പഠിക്കണം. ഇവിടെ 2⁻10 വരെ പഠിച്ചതുപോലെ നമ്മൾ 16⁻3 വരെ നമ്മൾ പഠിക്കണം, ക്യൂബ് വരെ. അപ്പോൾ 16⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, 16⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16, 16⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 16-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 256, ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4096 എന്നുള്ളത് ഓർക്കുക. ഇനി നോക്കുക, ഇനി നമുക്ക് കിട്ടിയേക്കുന്ന സംഖ്യ 3A ആണെന്ന് വെക്കാം. ഓക്കെ, 3A ആണെന്ന് വെക്കുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ 3A 0 1 എന്ന് ഇട്ട് കൊടുക്കുക. 3A 0 ആണ്. അപ്പോൾ ഇവിടെ A തന്നെ വരും. 3 × 1 എന്നാണ് ഇട്ടേക്കുന്നത്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. അപ്പോൾ 3 × 16 48 എന്ന് വരും. 48 പ്ലസ് 10 58. കണ്ടോ? ചെറിയതായിട്ട് കിട്ടി. ഇനി ഇതിലും ചെറുതാക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ എഴുതാം. 3A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0 1 എന്ന് എഴുതാം. ഇനി 3 × 16 ആണ് വരിക അല്ലേ? 16⁻1 എന്ന് പറഞ്ഞത് 16 ആണ്. പ്ലസ് A × 1 ആണ്. 60⁻0 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സോ 3 × 16 48 പ്ലസ് A എന്ന് പറയുന്നത് 10 എന്ന് കിട്ടും. അങ്ങനെയും നമുക്ക് 58 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഹെക്സാഡെസിമലിനെ ഡെസിമലിലേക്ക് മാറ്റുന്നത്. ഇങ്ങനെയാണ് പ്ലേസ് വാല്യൂസ് കൊടുക്കുക. നമ്മൾ 2⁻0 മുതൽ 2⁻10 വരെ പഠിച്ച പോലെ തന്നെ 16-ന്റെ പ്ലേസ് വാല്യൂസ് നോക്കുക, അതേപോലെ പഠിച്ചു വെക്കുക. 0 1 2 3 എന്നുള്ളത് കൊടുക്കുക. ഇനി ഫ്രാക്ഷൻസ് വരുവാണെങ്കിലോ ഇതിൻ്റെ കൂടെ മൈനസ് ചേർത്ത് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. പ്ലേസ് വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ് ഹെക്സാഡെസിമലിനെ ഡെസിമലിലേക്ക് മാറ്റുന്നത്. ഇനി ഇവിടെ നോക്കിയേ, 2A എന്ന് പറയുന്ന വാല്യൂവിനെ മാറ്റാം. 2A. ഓക്കെ, 0 1.
1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 16 പ്ലസ് 10, 2 ഇൻറ്റു 16 32 10 42 എന്ന് ആൻസർ കിട്ടും. കണ്ടോ? 2a എന്നുള്ളത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 42 ആൻസർ കിട്ടണം. ഇനി 1a5 എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതണം? 0 1 2. അപ്പോൾ 1 സ്ക്വയർ എന്നാണ്. അപ്പോൾ 16ന്റെ സ്ക്വയർ എത്രയാണ്? 2 ആണ് ഇവിടെ വന്നേക്കുന്നത് അല്ലേ? പ്ലേസ് വാല്യൂ 2 ആണ്. അപ്പോൾ 16ന്റെ സ്ക്വയർ ആണ് വരിക. അപ്പോൾ 256 പ്ലസ് a 1 ആണ്. അപ്പോൾ a അങ്ങനെ തന്നെ കിടക്കണം. 5 ഇൻറ്റു 0 ആണ്. അപ്പോൾ 0 വരുമ്പോൾ അവിടെ എന്താണ്? സോറി, a ഇൻറ്റു 16 എന്നുള്ളത് വരും, പ്ലസ് 5 എന്നാണ് വരിക. അപ്പോൾ 256 പ്ലസ് 160. a എന്ന് പറയണത് 10 ആണ് അല്ലേ? അപ്പോൾ 10 ഇൻറ്റു 16 160 പ്ലസ് 5 എന്നുള്ളത് വരും. അപ്പോൾ 256 പ്ലസ് 160, 256 പ്ലസ് 160 പ്ലസ് 5 എത്ര വരും? 421 എന്നുള്ളത് ആൻസർ വരും. 1a5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 421 എന്ന ആൻസർ വരും. ഇനി അതുപോലെ നോക്കുക, ഈ 1 0 1 എന്ന് കൊടുക്കുക. 0 എത്രയാണ്? 1 ഇൻറ്റു 1 ആണ് വരിക, പ്ലസ് ഇ ഇൻറ്റു 16 എന്ന് വരും. ഇ എന്ന് പറയുന്നത് 14 ആണ്. 14 ഇൻറ്റു 16 പ്ലസ് 1 എന്ന് വരും അല്ലേ? 14 ഇൻറ്റു 16 എത്രയാ? 14 ഇൻറ്റു 16 224 ആണ്. 224 പ്ലസ് 1 എത്രയാണ്? 225 എന്ന് കിട്ടും. കണ്ടോ? വലിയ ബേർഡൻ ഇല്ല, സിമ്പിൾ ആയിട്ട് കിട്ടുന്ന കണ്ടോ? ഇനി അടുത്തത് നോക്കിയേ, 9c ആണ്. 0 1 എന്നിട്ട് കൊടുക്കുക. 0 എത്രയാണ്? c ഇൻറ്റു 1 വരും, പ്ലസ് 9 ഇൻറ്റു 16 വരും അല്ലേ? 1 വന്നു കഴിഞ്ഞാൽ 16 ആണ്. അപ്പം 9 ഇൻറ്റു 16 എന്ന് പറയണത് 144 ആണ്. c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABC 10 11 12 ആണ്. 12. അപ്പം 144 പ്ലസ് 12 എത്ര കിട്ടി? 156 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഹെക്സാഡെസിമലിനെ ഡെസിമലിലേക്കും ഡെസിമലിനെ ഹെക്സാഡെസിമലിലേക്കും കൺവേർട്ട് ചെയ്യുന്നത്. 2 കൺവേർഷൻസും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നെങ്കിൽ ചോദിക്കുക. ഇനി ഫൈനലി നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കിയേ, നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഏതാ ഈ ചോദ്യം? എന്തായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നേ? വാട്ട് ഈസ് ദ ഹെക്സാഡെസിമൽ ഇക്വലന്റ് ഓഫ് എ ഡെസിമൽ നമ്പർ 568? 568 എന്ന് പറയുന്ന നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിന്റെ ഹെക്സാഡെസിമൽ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. അപ്പൊ എന്ത് ചെയ്യുക? റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 16 ആൻഡ് റിവൈസ് റിമൈൻഡർ ഇൻ റിവേഴ്സ് ഓർഡർ എന്നുള്ളതാണ്. 568 ആണ് അല്ലേ? 568നെ 16 കൊണ്ട് ഹരിക്കുക. 568നെ 16 കൊണ്ട് ഹരിക്കുക. അപ്പൊ 568 ഡിവൈഡഡ് 16 എന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 35.5 എന്നുള്ള രീതിയിലാണ് കിട്ടുക. സോ നമുക്ക് 35 ആവശ്യമുണ്ട്, മറ്റേ 5 അവിടെ നിൽക്കട്ടെ. അപ്പോൾ 16 ഇൻറ്റു 35 ചെയ്ത് നോക്കുക. അപ്പൊ എത്ര കിട്ടും? 560 കിട്ടും. സോ നമുക്ക് കോഷ്യന്റ് ഇവിടെ 35 എന്ന് എഴുതാം. അപ്പൊ 35 ഇൻറ്റു 16 ചെയ്യണ സമയത്ത് എത്രയാണ് റിസൾട്ട് കിട്ടുക? 560 ആണ്. സോ റിമൈൻഡർ ഉള്ളത് 8 ആണ്. സോ 8 അവിടെ കീപ്പ് ചെയ്യാം. ഇനി 16 16 എത്ര തവണ പോവും? 35 16 2 തവണയാണ് പോവുക അല്ലേ? 2 ഇൻറ്റു 16 എത്രയാണ്? 32 ആണ്. 2 ഇൻറ്റു 16 32 ആണ്. ബാക്കി ഇതിൽ എത്രയുണ്ട്? 3 ഉണ്ട്. സോ 3 ഇവിടെ റിമൈൻഡർ ആയിട്ട് കീപ്പ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? റിവേഴ്സ് ഓർഡറിൽ കളക്ട് ചെയ്യുക. അപ്പം നമ്മളുടെ റിസൾട്ട് എത്ര കിട്ടി? 238 എന്ന് കിട്ടി. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? സ്കിപ്പ് ആവാതിരിക്കുക. ആ 1 മാർക്ക് അങ്ങ് ഫുൾ ഫിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.